തുടർച്ചയായ രണ്ടാം ദിവസവും ശിശു സംരക്ഷണ ഓഫീസിന്റെ സീലിംഗ് തകർന്നു വീണു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് പൈനാവ് SBI ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന ശിശു സംരക്ഷണ യൂണിറ്റ് ഓഫീസിന്റെ സീലിംഗിന്റെ ഒരു ഭാഗം വലിയ ശബ്ദത്തോടെ താഴേക്ക് പതിച്ചത്. അന്ന് ശബ്ദം കേട്ട ജീവനക്കാർ ഓടിമാറിയതിനാൽ മാത്രമാണ് ആളപായം ഒഴിവായത്. എന്നാൽ ഇപ്പോൾ സീലിംഗിന്റെ ബാക്കി ഭാഗങ്ങൾ കൂടി തകർന്നു വീഴുന്നത് ജീവനക്കാരിൽ ആശങ്ക പരത്തുകയാണ്. പൈനാവ് SBIക്ക് സമീപം പ്രവർത്തിക്കുന്ന ശിശു സംരക്ഷണ ഓഫീസിന്റെ സീലിംഗ് ആണ് തുടർച്ചയായി തകർന്നു വീഴുന്നത്. ഓഫീസ് തുറക്കുവാനെത്തിയ ജീവനക്കാരാണ് സീലിംഗ് തകർന്നു വീണത് ആദ്യം കണ്ടത്. പ്രവൃത്തി സമയത്തായിരുന്നു ഈ അപകടം സംഭവിച്ചിരുന്നത് എങ്കിൽ നിരവധി ജീവനക്കാർ അപകടത്തിൽപ്പെടുമായിരുന്നു. നിർമ്മാണത്തിലെ അപാകതയും ഗുണനിലവാരമില്ലാത്ത സാമഗ്രികൾ ഉപയോഗിച്ചതുമാണ് തുടർച്ചയായ അപകടങ്ങൾക്ക് കാരണമെന്നാണ് വ്യക്തമാകുന്നത്. ജില്ലാ നിർമ്മിതി കേന്ദ്രമാണ് 2022 ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കിയത്. ശിശു സംരക്ഷണ യൂണിറ്റിനു പുറമെ വനിതാ സംരക്ഷണ ഓഫീസ്, ജില്ലാതല ICDS സെൽ, ജില്ലാ വനിതാ ശിശു വികസന ഓഫീസ് എന്നിങ്ങനെ 60ഓളം പേർ ജോലി ചെയ്യുന്ന 3 ഓഫീസുകൾ കൂടി ഇതേ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. കെട്ടിടത്തിന്റെ ബാക്കി ഭാഗങ്ങളും ഏത് നിമിഷവും തകർന്നു വീഴാമെന്ന അവസ്ഥയിലുമാണ്. ഇത് മറ്റ് ഓഫീസുകളിലെ ജീവനക്കാർക്കും വലിയ ഭീഷണിയായിരിക്കുകയാണ്. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഈ ശോചനീയാവസ്ഥയിൽ അടിയന്തര അന്വേഷണം വേണമെന്നും ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ മറ്റ് സംവിധാനങ്ങൾ ഉടൻ ഒരുക്കണമെന്ന ആവശ്യവുമാണ് ശക്തമാകുന്നത്. അതിന്റെ നിർമ്മാണത്തിലെ അപാകതയും അതിന്റെ ക്വാളിറ്റിയിലുള്ള വ്യതിയാനവും കാരണം ആ സാധനം വളരെ മോശകരമായ രീതിയിലായിരുന്നു. ബാക്കി ഫുള്ളായിട്ടുള്ള സാധനവും താഴെ വന്നിരിക്കുകയാണ്. ജീവനക്കാര് ഇല്ലാതിരുന്ന കാരണം അവരുടെ അപകടമില്ലാണ്ടിരുന്നു. എന്തായാലും ഈ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർമ്മിതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. നിർമ്മിതിയായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വളരെ മോശകരമായ പ്രവൃത്തിയാണ് നിർമ്മിതി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണെങ്കിലും അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി പൂർണ്ണമായിട്ട് നോക്കി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിന്റെ ആവശ്യമായ രീതിയിൽ പൂർത്തീകരിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.